നിൽക്കുന്നത് കരയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഇവിടെ കടന്നു വരുവാനും ഇവിടെ സ്നാന ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാനും സ്വർഗം സഹായിച്ചു. ഇവിടെ 2 പേർ പ്രിയപ്പെട്ടവര് ഈ ജോർദാൻ നദിയിൽ സ്നാനം സ്വീകരിപ്പതിനായി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സ്ഥലത്ത് യേശു കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് യോഹന്നാന്റെ കീഴിൽ സ്നാനം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവുണ്ടാവുന്ന പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി വരികയും ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ അതേ സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നത്. ഇവിടെ അനേകം ഇവിടെ സ്നാനപ്പെടുന്നത് കാണുവാൻ കഴിയും. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മ നാമത്തിൽ ജലത്തിൽ ഇറങ്ങി സ്നാനം സ്വീകരിക്കുന്ന അനേകം ചിത്രങ്ങളെ നമ്മളിവിടെ കാണുവാനായി കഴിയും. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുവദിച്ചാൽ നിങ്ങൾക്കും ഇവിടെ കടന്നു വന്ന് ഈ ജലസ്നാനം വിടുവാനുള്ള അവസരമുണ്ട്. അടുത്ത ട്രിപ്പിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ജോസഫിന്റെ അരുമത്തിക്കാരനായ ജോസഫിന്റെ തോട്ടത്തിലാണ്. ഈ തോട്ടത്തിനകത്താണ് യേശു ക്രിസ്തു നടക്കുവാനായി അരുമത്തിക്കാരനായ ജോസഫ് കൊണ്ടുവന്നിറക്കിയ ഗ്രൂപ്പായിട്ട് ഈ ഇതിനകത്ത് ചില ചേമ്പറുകളുണ്ട്. ആ ചേമ്പറുകൾക്കകത്ത് ഒരു കല്ലറ കെട്ടിവെച്ചിട്ടുണ്ട്. അതിലാണ് കർത്താവിനെ അവരിവിടെ ഇല്ല. കർത്താവിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് അടക്കപ്പെട്ട് കിടക്കുന്ന ലോകത്തിന്റെ സകല മഹാത്മാക്കളുടെ കല്ലറകളും അടഞ്ഞു കിടക്കുന്നു. ഈ കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു. കാരണം യേശു ലോകത്തില്ല, ഉയർത്തെഴുന്നേറ്റില്ല. അവരിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവരെന്നും അത്ഭുതങ്ങളെ ചെയ്ത് ഏത് രാജ്യത്തിൽ ഏത് സ്ഥലത്ത് പ്രാർത്ഥിച്ചാലും അവിടെ അടുക്കൽ ഇറങ്ങിച്ചെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. ഞാൻ അവന്റെ നാമത്തിൽ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരോടും അവരെന്നോടും കൂടി അത്താഴം കഴിച്ചു. ക്രിസ്തു